പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. ഇന്ത്യൻ സൈന്യം ജമ്മു-കാശ്മീർ പോലീസിനും CRPF-നും ഒപ്പം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മഹാദേവിലാണ് പഹൽഗാം സൂത്രധാരനടക്കം 3 ഭീകരരെ വധിച്ചത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെയാണ് ജമ്മുകാശ്മീരിലെ ലിതുവാസിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 3 ഭീകരരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറായ ഹാഷിം മൂസ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ്. അബു ഹംസ, യാസിർ എന്നീ 2 ഭീകരരെയും സൈന്യം വധിച്ചു. ദാച്ചിഗാം വനത്തിൽ നിന്നുള്ള സംശയാസ്പദമായ ആശയവിനിമയ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് മേഖലയിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. മേഖലയിലെ നാടോടികളും ഭീകരരുടെ സഞ്ചാരവിവരം സൈന്യത്തിന് കൈമാറിയിരുന്നു. വിവിധ സൈനിക വിഭാഗങ്ങൾ 2 ദിവസമായി മേഖല വളഞ്ഞ് തിരച്ചിൽ നടത്തുകയാണ്. വീണ്ടും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവായതോടെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായി. രാവിലെ 11:30-നാണ് സൈന്യം ഭീകരരെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്തത്. സുലൈമാൻ ഷായെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ജമ്മുകാശ്മീർ പോലീസ് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. പാക് സൈന്യത്തിന്റെ കമാൻഡോ വിഭാഗമായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് സുലൈമാൻ ഷാ ലഷ്കറിന്റെ ഭാഗമായത്. 2023-ലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നാണ് വിവരം. പഹൽഗാം ഭീകരാക്രമണത്തിനു മുമ്പ് 2024 ഒക്ടോബറിൽ സോനാമാർഗ് തുരങ്ക നിർമ്മാണ തൊഴിലാളികൾക്കെതിരായ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 7 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബാരാമുള്ളയിൽ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിലും സുലൈമാൻ ഷായ്ക്ക് പങ്കുണ്ട്. പഹൽഗാം ഉൾപ്പെടെ ജമ്മുകാശ്മീരിൽ ഉടനീളമുണ്ടായ 6 ഭീകരാക്രമണങ്ങളിൽ സുലൈമാൻ ഷായ്ക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ടായിരുന്നു. ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ താവളങ്ങളിൽ നിന്ന് AK-47 അടക്കമുള്ള തോക്കുകളും മറ്റായുധങ്ങളും കണ്ടെടുത്തതായി സൈന്യം അറിയിച്ചു. തീവ്രവാദികൾ കാശ്മീരിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം. 2016-ൽ WY-SMS എന്ന് വിളിച്ചിരുന്ന ഒരു ചൈനീസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപകരണം ഉപയോഗിച്ചാണ് ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇതിന് സമാനമായ ചൈനീസ് റേഡിയോയും ഇന്ന് വധിക്കപ്പെട്ടവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തതായി സൈന്യം വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.